നിന്നേത് ഞാൻ എന്തു നോക്കിയൊക്കെ എല്ലാരും പോയിവിടുന്ന. സത്യം പറയടാ, നീ ആര് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തേ? അഭിജിത്തെ പ്ലീസ് എന്നൊന്നും ചെയ്യില്ല. ഞാൻ ദയ പറഞ്ഞിട്ടാ അവളെ എന്നോട് പറഞ്ഞേ. നിനക്കിട്ട് പണ്ട് തരാൻ ഇവളെ ഉപയോഗിക്കാം. ദയേ, ആ കുട്ടി എന്തിനു? ജിത്തു, എനിക്ക് തോന്നുന്നില്ല അവൾ എങ്ങനെയെല്ലാം ചെയ്യുന്നു. ഐ മീൻ, അവൾക്കൊരു റീസൺ പോലും ഇല്ലല്ലോ. പക്ഷെ എനിക്കറിയാം അവള് തന്നെയാവും. അവന്റെ പെങ്ങളല്ലേ, ഇത്രയും ചീപ്പ് അവൻ അവളെ കൊണ്ടേ പറ്റൂ. ചൂടി എത്തിക്കാൻ പാടി അതിങ്ങനെ കയ്യിലെടുത്ത് ഒരു സിപ്പ് ചായയും കുടിച്ച് വാ നമുക്ക് പോവാടി, നീ വാ. എന്റെ പൊന്നു കുഞ്ഞി, ഞാനതൊന്ന് എഴുതി കഴിയട്ടെ. വേണ്ട, എനിക്ക് ഇപ്പൊ തിന്നണം, വാ. ഓ, ഈ പെണ്ണിനെ കൊണ്ട്. വാ, നടക്ക്. ഏയ് അഭിജിത്ത്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? അവളെ വിടാനാ പറഞ്ഞേ. മാറി നിക്കടി. നീ നീ എന്താ കരുതി? എല്ലാം ശരിയാക്കാൻ എന്നോട് പറഞ്ഞതല്ലേ നീ? എന്നിട്ട് ജിത്തു, വിടടാ അവളെ. ഇനിയും പിടിച്ച് അവള് ചത്തുകൂടാ. പോട്ടെ, ഇവളെ പോലുള്ളവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. നീ ഒരു പെണ്ണല്ലേ, എന്നിട്ട് എങ്ങനെ തോന്നി നിനക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ? ദേ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? എടി പുല്ലേ, നീ പറഞ്ഞിട്ടല്ലേടി അവൾ അങ്ങോട്ടേക്ക് പോയത്? നീ തന്നെയല്ലേ വിശാലിനെ അങ്ങോട്ടേക്ക് അയച്ച? ഞങ്ങള് കുറച്ചൊന്ന് വൈകിരുന്നെങ്കിൽ എന്റെ ഉണ്ണി അവൻ. മതിടാ മതി, നീ വാ. കാർത്തി, ഉണ്ണി അവിടെ. കാർത്തി, നീ വന്നേ. മാളു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിനക്കറിയില്ല എന്നെ. ഞാനങ്ങനൊന്നും ചെയ്യില്ലടാ. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഏയ് കുഞ്ഞി, കരയാതെടി. എനിക്കറിയില്ലേ നിന്നെ. കരയാതെ നീ. ഉണ്ണി, എന്താടാ? എന്തിനാ കഴിയുന്നേ? നീ സേഫാടാ, ഞങ്ങളില്ലേ നിന്റെ കൂടെ. ജിത്തു, കാർത്തി, എനിക്ക് പേടിയാവുന്നു. നിങ്ങളൊന്ന് വൈകിയിരുന്നെങ്കിൽ അവൻ എന്നെ. ഒന്നുമില്ലടാ. നിനക്ക് ഓർമ്മയില്ലേ ഞങ്ങള് നിനക്ക് തന്ന പ്രോമിസ്? ഞങ്ങള് കൂടെ ഉള്ളിടത്തോളം കാലം നിനക്ക് മേലൊരു മുള്ള വീഴാൻ പോലും ഞങ്ങൾ സമ്മതിക്കുന്നു. അതെ, അലാദിന്റെ ജീനിയെ പോലെ നിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും കാണും. ലൈക്ക് ടിങ് ടിങ് ടിങ്. ഉണ്ണി, എടാ, ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കിപ്പോൾ വിശ്വാസം ആവില്ല. ഐ നോ, ബട്ട് പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കണം. നീ പറയുന്നത് ഇവിടെ ആർക്കും കേൾക്കണ്ട. ഇറങ്ങിപ്പോടി. ദേ, കൊറേ നേരമായി ഞാൻ ഈ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ എന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു വാക്ക് നിങ്ങളെ മിണ്ടിയ നീ എന്ത് ചെയ്യൂടി? വിടടാ അവളെ. നിന്റെ കൈ പൊങ്ങരുത് എന്റെ പെങ്ങടെ മേൽ. വേണ്ട ഡെന്നിച്ച, വാ നമുക്ക് പോവാം. ഡെന്നി, നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചവളാ ഞങ്ങളുടെ ഉണ്ണി. അവളോട് ഇങ്ങനെ എല്ലാം ചെയ്തതിന് പുറകെ നിന്റെ പെങ്ങളാണെന്ന് അറിഞ്ഞ ഇതിലും വലുത് അവൾക്ക് ഞങ്ങൾ കൊടുക്കും. ഐ പ്രോമിസ് യു ദാറ്റ്. എന്നാ ഇതും കൂടി കേട്ടോ, എന്റെ പെങ്ങൾ എനിക്ക് ജീവന്. ഈ ലോകത്ത് എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അവളുടെ മേലെ ഒരു പൊടി പോലും വീഴിക്കാൻ ഒരുത്തനെയും വീടില്ല ഞാൻ. മാളു, നീ കുഞ്ഞിനോട് അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇപ്പൊ വന്നേക്കാം. എന്റെ അളിയ, അവളുണ്ടല്ലോ ബൈ ചാൻസ് എന്റെ അടുത്തുനിന്ന് മിസ്സായി. കുറച്ചു നേരം കൂടി അവളെ എന്റെ കൈ കിട്ടിയിരുന്നേ എന്റെ എല്ലാ ആഗ്രഹവും ഞാനിന്ന് തീർത്തു തന്നേനെ. എന്ത് ഫിക്കറല്ലേ ആ പെണ്ണ്. നിന്റെ ആഗ്രഹം ഞാൻ തീർത്താ മതിയോടാ. ഓ ഡെന്നി, ഈ വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ മനസ്സ് വെക്കുവാണെ നമുക്കൊരു പാർട്ട്ണർഷിപ്പില് മുന്നോട്ട് പോവാം. എന്റെ പെണ്ണിന് നീ എന്നോട് തന്നെ വില പറയുന്നു. പെണ്ണിന് മാത്രമല്ല, നിന്റെ പെങ്ങക്ക് വേണേലും ഞാൻ വില പറയും. ദയവേ, അവളെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. വൈകാതെ അവളും എന്റെ കയ്യിൽ വന്നെത്തും. അതിന് നീ
ജീവനോടെ ഉണ്ടെങ്കിലല്ലേ. ഇനി നീ എന്റെ പെണ്ണിന്റെയോ പെങ്ങളുടെയോ നേരെ വന്ന നിനക്ക് ഈ ഞാനാരാണെന്ന് ശരിക്കും അറിയത്തില്ല. എന്താടാ ഉറക്കം വരുന്നില്ലേ എന്റെ കുഞ്ഞിക്ക്? എന്തിനാ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുന്നേ? ഡെനിച്ച, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? കുഞ്ഞി കീറി അടിച്ച് പൊട്ടിക്കുന്നേ, വായടച്ച് മിണ്ടായിരിക്കാൻ അറിയില്ല. ദേ, ഞാൻ എന്റെ പെങ്ങളായിട്ടല്ല മകളായിട്ടാണ് നിന്നെ കണ്ടിട്ടുള്ളത്. ഇനി ആര് നിന്നെ ഇട്ടിട്ട് പോയാലും ഈ ലോകം മുഴുവൻ എതിരെ നിന്നാലും ഞാൻ നിന്റെ കൂടെ കാണും. മോളെ ഉറങ്ങിക്ക്, ഈ ചായനോടെ തന്നെ കാണും. ഏതമൃതും തോൽക്കുമി തേനിനെ നീ തന്നുപോയി ഓർമ്മകൾ തൻ പൊയ്കയിൽ മഞ്ഞു തുള്ളിയാ. മതി, നീ നിർത്തിക്കേ. ഇനിയും നീ ഇത് പറഞ്ഞ നമ്മള് തമ്മിൽ അടിയാകും. ഇന്ന് നിന്റെ നേരെ അത്ര വലിയ ഇൻസിഡന്റ് ഉണ്ടായിട്ടും അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. എടാ, അവനവിടെ വന്നത് നിങ്ങൾ കണ്ടതല്ലേ? പിന്നെ കണ്ടായിരുന്നു, അവനവന്റെ പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. ആ മതി മതി, നീ പോയി റെസ്റ്റ് എടുക്കുന്നേ, ഞങ്ങൾ ഇറങ്ങുവാ. ഇനി സംസാരിച്ച ശരിയാവില്ല. ഐ എം സോറി, എനിക്ക് നിന്നെ രക്ഷിക്കാൻ വരാൻ പറ്റിയില്ല. ഐ എം പ്രോമിസ് യു, ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ നിന്റെ ലൈഫിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര നാളായടി ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ട്. ഓ, നിങ്ങളായിരുന്നോ? എന്താ നിങ്ങളുടെ പുതിയ പ്രശ്നം? ഓ, ഒരാഴ്ച കൊണ്ട് നിനക്ക് ഇത്രയും നോക്കോ? ലാസ്റ്റ് ടൈം കണ്ടപ്പോ കരയുമായിരുന്നല്ലോടി നീ. നിങ്ങളുടെ ഈ ഫൂളിഷ്നെസ് കേൾക്കാൻ എനിക്ക് സമയമില്ല. സോറി. നീ പോവല്ലേ? ആക്ച്വലി എനിക്ക് നിന്നോട് പറയാനല്ല, ചിലത് കാണിക്കാനാണ്. കാണിക്കാനോ? എന്ത്? ഇതൊന്നും അറിയാല്ല. എൻ്റെ ഇച്ഛായം ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഓ, ചെയ്യില്ലല്ലേ? ഷടാ, പക്ഷെ നീ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? അഥവാ എന്തൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ ചേട്ടന്റെ കരിയർ, അവന്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആവില്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ദേഷ്യം എന്നോടാ, അത് എന്നോട് തീർക്കും. നീ ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ നിന്നെ നോട്ടീസ് ചെയ്യുന്നു. മറ്റു പെണ്ണുങ്ങളെ പോലെ സ്വന്തം കാര്യം നോക്കി പോകുന്നവളല്ല നീ. യു ആർ സംതിങ് ഡിഫറെന്റ്. നിന്റെ ചേട്ടനെ തൊട്ടാലേ നിനക്ക് നോവും. തേടാ, എൻ്റെ ചേട്ടനെ തൊട്ടാലേ എനിക്ക് നോവും. അതുകൊണ്ട് എൻ്റെ ഇച്ഛനെ രക്ഷിക്കാൻ ഏതറ്റം വരെ ഞാൻ പോകും. ഇതാണ് എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞില്ലേ നീ ഡിഫറെന്റ് ആണെന്ന്. ബട്ട് എന്തു ചെയ്യാൻ, നീ എനിക്കെതിരെ നിന്ന് പോയില്ലേ? നിന്റെ കയ്യിലാ ഇനി നിന്റെ ഇച്ഛായന്റെ ഭാവി. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആളെ വെച്ചാണ് നിങ്ങളെ കളിച്ചത്. എൻ്റെ ഇച്ഛായന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. ദാറ്റ്സ് മൈ ഗേൾ. നീ പൊക്കോ, സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം. നീ എന്താ ആലോചിക്കുന്ന കുഞ്ഞി? നീ ഓക്കെ അല്ലേ? മാളോ, ഞാൻ തിരിച്ച് ജർമ്മനിയിലേക്ക് പോട്ടെ? അതിന് നീ വന്നിട്ട് 1 മാസമല്ലായുള്ളൂ.
എനിക്കെന്തോ ഇവിടെ പറ്റുന്നില്ലടി. ഞാനെല്ലാവരെയും മിസ് ചെയ്യുക. അങ്കിൾ, ആൻറ്റി, പിന്നെ കിച്ചുവേട്ടൻ. ഓ, അതായിരുന്നോ കാര്യം? നീ ഒന്ന് മെസ്സേജ് അയച്ചാൽ കിച്ചുവേട്ടൻ ഓടി വരില്ലേ നിന്നെ കാണാൻ? ദേ, തന്നെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. മാളു, ഞാനിപ്പോൾ വരാവേ. നിങ്ങളോ? നിങ്ങളെന്തിനാ എന്നെ വിളിപ്പിച്ചേ? ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ഞാൻ നിന്നെ വിളിപ്പിക്കും. സോ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നീ വീട്ടിൽ പോണില്ല. വീട്ടിൽ പോണില്ലെന്ന് പറഞ്ഞ? ഇന്ന് നീ എൻ്റെ കൂടെ വരും. ഞാൻ കാറുമായിട്ട് വന്നേക്കാം. ലുക്ക് അഭിജിത്ത്, ഇതൊന്നും പോസിബിൾ അല്ല. പ്ലീസ്, എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഹലോ മാഡം, ഞാൻ നിന്നോട് വരുമോ എന്ന് ചോദിച്ചില്ല, വരാനാ പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ ബ്രദറിന്റെ ലൈഫ് ഇല്ലാതാവുന്ന നീ കാണും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ബൈ സ്വീറ്റ് ഹാർട്ട്. നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? എത്തും പറഞ്ഞാ പോരെ. സീറ്റ് ബെൽറ്റ് ഇടാതെ നീ ചത്താലേ അതിന്റെ കുറ്റം എന്റെ തലയിൽ വരും. ഏയ്, നിങ്ങളത് എന്ത് ചെയ്യാൻ പോവാ? ഓ, ഈ ബസ് ഇതിനി എപ്പോൾ വരാനോ? കുഞ്ഞിയില്ല, ഡെന്നിസിനാണെങ്കിൽ പ്രാക്ടീസും ഉണ്ട്. എവിടെ നോക്കിയാടി നടക്കുന്നേ? ഓ, നീയായിരുന്നോ? നിനക്ക് ഇതുവരെ പോകാറായില്ലേ? ഞാൻ ഡെയിലി പോകുന്ന ബസ് ഇന്നില്ലാന്നാ കേട്ടെ. ഓ, ഈ പെണ്ണിന് ഇവിടെ തനിച്ചാക്കുന്ന സേഫ് അല്ല എന്നാ തോന്നുന്നത്. ഇവിടെ നിറച്ചാണ് ആണുങ്ങളാണല്ലോ. ഒരു കാര്യം ചെയ്യും, നീ വന്ന് കാറിൽ കയറ്, ഞാൻ ആ വഴിക്കാം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീയും ദയും ഒറിജിനൽ സിസ്റ്റേഴ്സ് ആണോ? അതെ, ബട്ട് നോട്ട് ബൈ ബ്ലഡ്. ആക്ച്വലി ഞങ്ങളുടെ പേരൻസ് ഫ്രണ്ട്സ് ആയിരുന്നു. ദയുടെ പേരൻസിന്റെ മരണശേഷം അവർ ജർമ്മനിയിൽ സെറ്റിലായത്. ഓ, അപ്പോൾ ഡെന്നിൻസിന്റെ പേരൻസ്? അച്ഛന് ഏകദേശം 12 വയസ്സുള്ളപ്പോഴാണ് ആൻറ്റിയും മംഗളും മരണപ്പെടുന്നത്. അന്ന് ദയ ചെറുതാ. ഒരിക്കലും പേരൻസ് ഇല്ലാത്തതിന്റെ കുറവ് ഡെന്നിസിന് അവൾക്ക് വരുത്തിയിട്ടില്ല. ഓ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അതിന് നിങ്ങളൊന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. ഉണ്ണിയുടെ കാര്യമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിനക്ക് ഞങ്ങളെ തെറ്റ് പറയാൻ പറ്റില്ല. ഡെന്നീസിന് എങ്ങനെയാണോ ദയ, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കുഞ്ഞിയെ. അവളെ കരയിച്ച ഞങ്ങൾ നോക്കി നിൽക്കില്ല. ദയക്ക് ആരുമില്ലാന്ന് നിങ്ങൾ കരുതരുത്. അവളൊന്ന് കരഞ്ഞാൽ വേദനിക്കുന്ന വേറെയും ചിലരുണ്ട്. അവളൊന്ന് വിളിച്ചാൽ മതി, എല്ലാം വിട്ടിറങ്ങി വരും. നീ ഡെന്നീസിന്റെ കാര്യമാണോ പറയുന്നേ? അവൻ ഏതറ്റം വരെ പോകുന്ന ഞങ്ങൾക്കറിയാം. ഡെനിച്ച മാത്രമല്ല, ഞങ്ങൾ 4 പേരാ. അവക്ക് വേദനിച്ചു എന്നറിഞ്ഞാൽ ആ ഒരാൾ വരും. എൻ്റെ സ്റ്റോപ്പ് എത്തി. എനിവേ, താങ്ക്സ്. ഇത് അവളുടെ അല്ലേ? ഇവിടെയോ? ഇവിടെ എന്തിനാ വന്നേ? നീ ആദ്യം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. അതെന്തിനാ ഇപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട്? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? പബ്ബിൽ വരുമ്പോ നിന്റെ ഈ കുർത്തയും ജീൻസും ആണോ പിന്നിടണ്ടേ? ഓ, അപ്പൊ നിനക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യ അല്ലേ? അതിങ്ങത്താ, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. ദാറ്റ്സ് മൈ ഗേൾ. ഇവളിത് എവിടെ പോയി കിടക്കോ? ഇനി ആ വഴിക്കെങ്ങാനും മുങ്ങിയോ? ഓ,
ഓ മൈ ഗോഡ്, ഈ പെണ്ണ് ഇത്രയ്ക്ക് ഹോട്ടായിരുന്നു. എന്തിനാ ഇവളാ ഡെന്നീസിന്റെ പെങ്ങളായി ജനിച്ചേ? എന്താ എന്ത് പറ്റി ഇങ്ങനെ നോക്കുന്ന? ഏ, ആ എന്റെ സെലക്ഷൻ വളരെ മോശമായിപ്പോയി. നിനക്ക് ഈ ഹോട്ട് സെക്സി ലുക്കൊന്നും ഒട്ടും സ്യൂട്ട് ആവണില്ല. ഓ, അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് തന്നെ ഇട്ടാ പോലായിരുന്നോ? നീ ഡ്രിങ്ക് ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ എന്നാ ഇത് നീ കുടിക്ക. ദേ, നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട്. എൻ്റെയും നിൻ്റെ ഇടയിൽ ഇനി ഒരു ലിമിറ്റും ഇല്ല. എനിക്ക് നിൻ്റെ അടുത്ത് എന്തും ചെയ്യാം. എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാനിപ്പോൾ വരാം. ഓ, ടൈം ഒരുപാട് പോകുകയാണല്ലോ. ഡെന്നീസിനോട് ഞാൻ എന്ത് പറയും? ഏയ് ക്യൂട്ടി, എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? കം വിത്ത് മീ, ലെറ്റ്സ് ഹാവ് സം ഫൺ. ഗെറ്റ് ലോസ്റ്റ് യു ബാസ്റ്റഡ്. ഔച്ച്, ദാറ്റ് വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് മൂവ് ഡാർലിംഗ്. ഇതുവരെ ഞാൻ കിടക്കാൻ വിളിച്ചിട്ട് ഒരു ഇങ്ങനത്തെ വെൽക്കം എനിക്ക് തന്നിട്ടില്ല. ഹൗ ഷെയിംലെസ് യു ആർ, ബ്ലഡി ഇഡിയറ്റ്. യു, ഇന്ന് നൈറ്റ് എൻ്റെ കൂടെ ബെഡിൽ നീ തന്നെ കാണും. അവക്ക് പകരം ഞാൻ മതിയോ? എൻ്റെ പെണ്ണിനെ കിടക്കെ വിളിക്കാൻ മാത്രം ധൈര്യമോ നിനക്ക്? ഓ, ഇതാര്? അഭിജിത്ത് വർമ്മയോ? അപ്പൊ ഇത് നിന്റെ പെണ്ണാണല്ലേ? എന്നാ പിന്നെ ഞാൻ അവളെ കൊണ്ടേ പോകും. എന്നാ പിന്നെ നീ കൊണ്ടിട്ടേ പോകൂ. നീ ഓക്കെ അല്ലേ? നിങ്ങളല്ലേ അയാളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? ഈ പെണ്ണിനെയും കൊണ്ട്. അതേടി, ഞാൻ തന്നെ അവനെ പറഞ്ഞു വിട്ടെ. എന്നിട്ട് ഞാൻ തന്നെ വന്നവനെ അടിച്ചിട്ട്. അല്ല പിന്നെ. നാല് വർഷത്തിന് ശേഷം ഞാൻ നിന്നെ വീണ്ടും കണ്ടുപിടിച്ചവാള്. ഒരു മാറ്റവും ഇല്ല, അതേ വാശിയും അതേ ദേഷ്യവും. ബട്ട് ക്യൂട്ടാണ്. എന്നെ ഇങ്ങനെ വലയ്ക്കാതെ നേരെ ചെന്ന് വിളിച്ചുകൂടെ നിങ്ങൾക്ക്? ഞാൻ എങ്ങോട്ട് വിളിച്ചാലും നീ വരുമോ? ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. എന്നെ ഇപ്പം എന്തിനോടെ പിടിച്ചു നിർത്തിയെന്ന് പറ. ഇന്ന് നൈറ്റ് ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കാണും. വേണ്ടത് എന്താന്ന് വെച്ചാൽ 2 ദിവസത്തിനുള്ളത് എടുത്തോ. എന്നിട്ട് റെഡി ആയിട്ട് നിൽക്കും. താൻ എന്തുവായി പറയുന്നേ? 2 ദിവസം നീയും ഞാനും മാത്രം. ഞാൻ വരില്ല. നിങ്ങളെ വിളിക്കുമ്പോൾ കൂടെ വരുന്ന കുറേ പെണ്ണുങ്ങൾ കാണാം, പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താകുമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം.